welcome back to my YouTube channel. I'm HALLEL'S WORLD and you're watching HALLEL'S WORLD. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ചിൽഡ്രൻസ് നോവൽ പരിചയപ്പെടുത്താനാണ്. അതായത് ഒറ്റവാക്കിൽ പറഞ്ഞ ഒരു ബുക്ക് റിവ്യൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നോവലാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ബുക്കിന്റെ പേരാണ് ചാർലി ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറി. ചാർലി ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറി എന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് റോയാൾ ഡാൽ ആണ്. ഈ റോയാൾ ഡാലിന്റെ പേര് നിങ്ങൾക്ക് ആർക്കും വലിയ പരിചയമില്ലായിരിക്കും. പക്ഷേ സിൻഡ്രല്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരിചയമാണ്. കൊച്ചുനാൾ മുതൽ നമ്മൾ കേൾക്കുന്നത് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര കേട്ടാലും മതി വരാത്ത ഒരു സ്റ്റോറിയാണ് സിൻഡ്രല്ലയുടെ സ്റ്റോറി. ഈ സ്റ്റോറിയിലും റോയാൾ ഡാൽ തന്നെയാണ്. അപ്പോൾ റോയാൾ ഡാലിനെ കുറിച്ചും ഈ ബുക്കിനെ കുറിച്ചുള്ള കുറെ വിശേഷങ്ങളാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കാണ്. പേര് പോലെ തന്നെ ചോക്ലേറ്റിനെ കുറിച്ചുള്ള ഒരു ബുക്കാണ്. ചാർലി എന്ന ചോക്ലേറ്റ് ഫാക്ടറി എന്നൊരു ബുക്കിന്റെ റോയാൾ ഡാൽ, അതായത് നമ്മുടെ എഴുത്തുകാരനായ റോയാൾ ഡാലിനെ കുറിച്ച് നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. റോയാൾ ഡാൽ ഒരു ഫോക്ലോറിസ്റ്റ് ആണ്. അതായത് ഓറൽ സ്റ്റോറീസ് ഒക്കെ ശേഖരിച്ച് ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു നോവൽ ആക്കുന്നതിൽ വളരെ പ്രശസ്തനായ ഒരാളാണ് റോയാൾ ഡാൽ. അതുമാത്രമല്ല, അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പോയറ്റ് ആണ്, സ്ക്രീൻ റൈറ്റർ ആണ്, സ്റ്റോറി ടെല്ലർ ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്. അത് മാത്രമല്ല, ഒരു ഫൈറ്റ് പൈലറ്റ് കൂടിയാണ് അദ്ദേഹം. നമ്മുടെ ഈ ചാർലി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞ ബുക്ക് 1964 ചിൽഡ്രൻസ് സ്റ്റോറി ബുക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഓ ഹെൻറി സ്റ്റോറീസിന്റെ അല്ലേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റുകളൊക്കെ അതിനകത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് മിക്കവർക്കും അത് ഏറെ ഇഷ്ടമുള്ള ടൈപ്പ് ബുക്സ് ആണ്. അതുപോലെ തന്നെയാണ് റോയാൾ ഡാലിന്റെ ബുക്സും. അത് അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റുകളാണ്. ഈ ബുക്കിനകത്തും അതുപോലെ കുറച്ച് അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ഏറെ ഇൻട്രസ്റ്റ് ആക്കുന്നത്. നമ്മുടെ ഈ ചാർലി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞ ബുക്ക് 2 മോഷൻ പിക്ചേഴ്സ് ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ആദ്യത്തേത് നമ്മുടെ ബുക്കിന്റെ പേര് പോലെ തന്നെ ചാർലി ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറി. രണ്ടാമത്തേത് എന്ന് പറയുന്നത് വില്ലി വോങ്ക ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറി. അപ്പോൾ ചാർലി ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറി, വില്ലി വോങ്ക ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറി. ഈ ബുക്കിന് തന്നെ ഒരു സെക്കൻഡ് പാർട്ട് കൂടി ഉണ്ട്. സെക്കൻഡ് പാർട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ മോഷൻ പിക്ചേഴ്സ് ആണ്. ഇത് സെക്കൻഡ് പാർട്ട് കൂടി ഉണ്ട്. അതിന്റെ പേരാണ് ചാർലി ആൻഡ് ദ ഗ്രേറ്റ് ഗ്ലാസ് ഇലവേറ്റർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റോയാൾ ഡാലിനെ കുറിച്ചൊക്കെ ഈ ബുക്കിനെ കുറിച്ചും ഒക്കെ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ബുക്കിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ബുക്കിനെ കുറിച്ച് സംസാരിക്കാം. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ റോയാൾ ഡാലിനെ ഈ ബുക്ക് എഴുതാൻ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ സ്കൂൾ ടൈമിലൊക്കെ ചോക്ലേറ്റ് ഫാക്ടറീസ് ആയിട്ട് ഉള്ള ചോക്ലേറ്റ് ഫാക്ടറീസ് ആയിട്ടുള്ള ആ ഒരു ബന്ധമാണ് അദ്ദേഹത്തെ ഈ ഒരു ബുക്ക് എഴുതാനായിട്ട് പ്രേരിപ്പിച്ചത്. അപ്പൊ നമുക്ക് നമ്മുടെ ബുക്കിന്റെ കാര്യങ്ങളോട് സംസാരിക്കാം. ഈ ബുക്കിന്റെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ വില്ലി വോങ്ക, നമ്മുടെ മെയിൻ ക്യാരക്ടറായ വില്ലി വോങ്കയുടെ ചോക്ലേറ്റ് ഫാക്ടറി വോങ്ക ബാർസ് നടത്തും. അദ്ദേഹം ഇറക്കുന്ന ചോക്ലേറ്റ് നോർമൽ ചോക്ലേറ്റ് ബാറിന് പറഞ്ഞു. ആ വോങ്ക ബാർസിൽ 5 ഗോൾഡൻ ടിക്കറ്റ്സ് ആണ്. അതായത് റിയൽ ഗോൾഡിനുള്ള ബ്ലാക്ക് ലെറ്റേഴ്സ് കൊണ്ട് എഴുതിയിരുന്ന 5 ഗോൾഡൻ ടിക്കറ്റ്സ് ആണ്. ഈ 5 ഗോൾഡൻ ടിക്കറ്റ്സ് ഫൈൻഡില്ല ലക്കി ഫൈൻഡേഴ്സിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി 2-ാം തീയതി 10 മണിക്ക് അദ്ദേഹത്തിന്റെ ഈ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഗേറ്റിന് മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ പേരൻസുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ചോക്ലേറ്റ് ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. വളരെ ലക്കി ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഓക്കെ, ഇതാണ് ഈ ഒരു സ്റ്റോറിയുടെ വൺ ലൈൻ സ്റ്റോറി. ഇതിനകത്തും കുറച്ച് ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇനി വഴിയെ പറയാം. ഇപ്പൊ നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. അവരെ ഓരോരുത്തരെയായിട്ട് നമുക്ക് എടുത്ത് പറയാം. ഓക്കെ, ഫസ്റ്റ് ക്യാരക്ടർ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ മിസ്റ്റർ വില്ലി വോങ്ക. വില്ലി വോങ്കയാണ് ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഓണർ. സെക്കൻഡ് എന്ന് പറയുന്നത് ഈ 5 ലക്കി ഫൈൻഡേഴ്സിലും ഏറ്റവും അവസാനത്തെ ഫൈൻഡർ അയാളല്ല, ആ കുട്ടിയുടെ പേരാണ് ചാർലി ബുക്കറ്റ്. ഈ കുട്ടി വളരെ പുവർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അങ്ങനെ വളരെ ലക്കി ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അതിനുശേഷമുള്ളതും ഉഗസ്റ്റസ് ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ്. ഈ കുട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫാറ്റി ബോയ് ആണ്. വോങ്ക ബാർസ് ചോക്ലേറ്റ്സ് ഒക്കെ ഇഷ്ടം പോലെ കഴിക്കുന്ന ഒരു ഫുഡി പയ്യനാണ്. നെക്സ്റ്റ് വെറൂക്ക സോൾട്ട് ഒരു വലിയ പണക്കാരന്റെ മകളാണ്.
അപ്പൊ ഈ ഗോൾഡൻ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് വോങ്ക ബാർസ് ഒക്കെ വാങ്ങിച്ച് അദ്ദേഹത്തിന്റെ പീനട്ട് കമ്പനിയിലുള്ള ആൾക്കാർക്ക് പറഞ്ഞു, ഇനി നിങ്ങൾ പീനട്ട് തൊലിക്കുക, അങ്ങനത്തെ ജോലിയൊന്നും വേണ്ട, നിങ്ങൾ ഈ വോങ്ക ബാർസ് തൊലിച്ചിട്ട് അതിനകത്ത് ഗോൾഡൻ ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ അത് എന്നെ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങനെ വാശി പിടിച്ചിട്ടാണ് ഈ വെറൂക്ക സോൾട്ടിനും ഈ ഒരു ഇത് കിട്ടുന്നത്. അതിനുശേഷം വയലറ്റ് ഒരു ഗം ചൂവർ ആണ്. അതായത് ഏത് നേരവും നമ്മുടെ ബബിൾ ഗം ഇങ്ങനെ ചൂ ചെയ്തോണ്ടിരിക്കും. അതാണ് വെറൂക്കയുടെ ഒരു പ്രത്യേകത. അല്ല, വയലറ്റിന്റെ ഒരു പ്രത്യേകത. നെക്സ്റ്റ് നമ്മുടെ മൈക്ക് എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. ഈ മൈക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൈക്ക് ഫുഡുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ്. മൈക്കിന്റെ കയ്യിൽ ഏത് നേരം ഒരു ടിവിയുടെ റിമോട്ട് കാണും. മൈക്കിന്റെ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിവിഷൻ ആണ് മൈക്കിന്റെ അഡിക്ഷൻ. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മുടെ ക്യാരക്ടേഴ്സ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിപ്പോ നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സിനൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവരെ കേട്ടാൽ മാത്രം മതി, നമുക്ക് ഇവരുടെ കുറച്ച് അനിമേഷൻ പിക്ചേഴ്സ് ഉണ്ടാകും. നമ്മുടെ ഈ ഒരു റോയൽ ഡാലിന്റെ ചാർലി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞൊരു ബുക്ക് നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഇൻട്രൊഡ്യൂസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഓരോ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചാർലി ബക്കറ്റ്. ചാർലി ബക്കറ്റ് പറയുന്നതിന് മുമ്പ് നമ്മുടെ വില്ലി വോങ്കയെ കുറിച്ച് പറയാം. ഇതാണ് നമ്മുടെ വില്ലി വോങ്ക. ഓക്കെ, ഒരു വടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു വില്ലി വോങ്ക. ഓക്കെ, ഇതാണ് ചാർലി ബക്കറ്റ്. ഇത് അഗസ്റ്റസ് ബ്ലൂ. ഓക്കെ, ഇത് വെറൂക്ക സോൾട്ട്. ഇത് മൈക്ക് ടി, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ടെലിവിഷൻ അഡിക്റ്റ് ആയിട്ടുള്ള ആ ഒരു കുട്ടി. ഓക്കെ, ഇതാണ് വയലറ്റ്, ഞാൻ പറഞ്ഞ ഗം ചൂ ചെയ്യുന്ന ആ ഒരു കുട്ടി, വയലറ്റ്. നെക്സ്റ്റ്, ഇത് ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടില്ലാത്തൊരു ക്യാരക്ടറാണ് ഊമ്പാലൂമ്പ. ഊമ്പാലൂമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വർഗ്ഗക്കാരാണ്, ഭയങ്കര തിന്നായിട്ടുള്ള ഒരു വർഗ്ഗക്കാർ. ഈ ബുക്കിനകത്ത് പറയുന്നത് നമ്മുടെ ഈ നെക്കിന്റെ ഇത്രയും നീളം മാത്രമേ അവർക്കുള്ളൂ. അവരുടെ ഹെയർ ഒക്കെ ഭയങ്കര ഗോൾഡൻ ആണ്. അങ്ങനെ കാട്ടിൽ ജീവിക്കുന്ന ട്രൈബ്സ് ഒക്കെ അല്ലേ, അവരെ പോലെയൊക്കെ തന്നെയാണ് ഇവർ ഇതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇവരിവിടെ ഒരു ഈ ഫാക്ടറിയിലെ എല്ലാ ജോലിയും ചെയ്യുന്ന വേലക്കാരല്ല, ജോലികൾ എല്ലാം ചോക്ലേറ്റ് ഉണ്ടാക്കുക, ടെസ്റ്റ് ചെയ്യുക, ഇങ്ങനെ എല്ലാം ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് ഇവരെ ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ്. നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സിന്റെ അനിമേഷൻ പിക്ചേഴ്സ് ഒക്കെ കണ്ടു. ഇനി നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനായിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. അതിനു മുമ്പ് എനിക്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, ഈ ചാർലി ബക്കറ്റ് എന്നല്ല, ബുക്കറ്റ് എന്നാണ് അതിനെ പ്രൊണൗൺസ് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് പറയാനുള്ളത്, ഞാൻ കാണിച്ചില്ലായിരുന്നു, ഉമ്പാലുള്ള ഒരു ട്രൈബിനെ കാണിച്ചിരുന്നു. ഈ ഒരു ബുക്കിന് എതിരെ കുറെ വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഉമ്പാന്നുള്ള ഈ ഒരു ബുക്കിൽ അല്ലെങ്കിൽ ഈ ഒരു വർഗ്ഗക്കാരെ ലോവർ ക്ലാസ് ആയിട്ട്, ലോവർ സ്റ്റാറ്റസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും ഈ ബുക്കിനെ ബാൻ ചെയ്യുകയും ഈ ബുക്കിനെതിരെ വളരെ വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഇനി നമ്മുടെ ഓരോ ക്യാരക്ടേഴ്സിനെ അനലൈസ് ചെയ്യാം. ആദ്യം തന്നെ വില്ലി വോങ്ക. വില്ലി വോങ്കയാണ് ഈ ഒരു ഞാൻ പറഞ്ഞതാണ് ഈ ഒരു ബുക്കിന്റെ അല്ല, അതെ, ഈ ഒരു സ്റ്റോറിയുടെ മെയിൻ ക്യാരക്ടർ, ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഈ ഒരു ഓണർ. വില്ലി വോങ്ക എപ്പോഴും ഭയങ്കര എക്സ്പ്രഷൻസ് ആണ് അദ്ദേഹത്തിന്. ഇപ്പം നമ്മൾ ഫാന്റാസ്റ്റിക് എന്ന് നമ്മൾ പറയുന്നത് പുള്ളി ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ട് വാവ് ഫാന്റാസ്റ്റിക്, അദ്ദേഹത്തിന് വടിയൊക്കെ ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് ഇത്ര എക്സ്പ്രഷൻസിനെ വോങ്കൈസം എന്നൊക്കെ പറയുന്നത്, വോങ്കൈസം. അപ്പൊ വില്ലി വോങ്കയുടെ വോങ്കൈസം ഉണ്ട്. നെക്സ്റ്റ്, ഇത്രയൊക്കെയാണ് നമുക്ക് വില്ലി വോങ്കയെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മുടെ ചാർലി ബുക്കറ്റിനെ കുറിച്ചാണ്. ഈ ചാർലി ബുക്കറ്റ് എന്ന് പറയുന്ന ഒരു കുട്ടി വളരെയേറെ പൂവർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ ബർത്ത്ഡേക്കൊക്കെ ആ കുട്ടിക്ക് ചോക്ലേറ്റ് ഒക്കെ കിട്ടുന്നത്. ഈ ലക്കി ടിക്കറ്റ് ആ കുട്ടിക്ക് ആദ്യം കുട്ടിയുടെ ബർത്ത്ഡേക്ക് കിട്ടിയില്ല. ബർത്ത്ഡേക്ക് ഒരു വോങ്ക ബാർ കൊടുത്തിട്ട് ഇതിനകത്ത് കിട്ടിയില്ല. പിന്നെ ഈ കുട്ടി ഇങ്ങനെ ചുമ്മാ റോഡിലൂടെ ഒക്കെ നടന്നപ്പോൾ അവിടെ ഭയങ്കര സ്നോ ടൈമിൽ കുറച്ച് പെന്നീസ്, അതായത് പൈസ, ഈ സ്നോനകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് കിടക്കുന്നത്. അങ്ങനെ അതിൽ നിന്നാണ് ഈ വോങ്ക ബാർസ് വാങ്ങിയിട്ട് ഈ ഒരു ഗോൾഡൻ ടിക്കറ്റ് ഈ ചാർലി ബുക്കറ്റിന് ലഭിക്കുന്നത്. വളരെ പൂവർ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഈ ചാർലി ബുക്കറ്റുമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്, ചാർലി ബുക്കറ്റിന് ഒരു ഗോൾഡൻ ടിക്കറ്റ് കിട്ടിയെന്ന് വീട്ടിൽ വന്ന് പ്രസ്താവിക്കുമ്പോഴേ എല്ലാവരും ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ ആ ഒരു ഒറ്റ ബെഡേ ഉള്ളൂ. ആ ബെഡില് ചാർലിയുടെ അച്ഛന്റെ
രണ്ട് പേരൻസ് ഇവിടെയും കിടക്കും, അമ്മയുടെ രണ്ട് പേരൻസ് ഇവിടെയും കിടക്കും. അപ്പൊ ചാർലിയുടെ കൂടെ ആരെങ്കിലും ഒരാൾ പോവണം എന്ന് പറഞ്ഞ ഉടനെ ചാർലിയുടെ ഗ്രാൻഡ്പ ജോയി അതുവരെ അവിടെ കിടന്ന ആളും ചാടി എഴുന്നേറ്റ് തുള്ളിച്ചാടി ഭയങ്കര ഡാൻസ് ആയി, പാട്ടായി. അങ്ങനെ ഞാൻ പോവാ എല്ലാരും പറഞ്ഞു ചാർലിയുടെ അച്ഛൻ തന്നെ പോട്ടെ, അദ്ദേഹം സേഫ് ആയിട്ട് നോക്കിക്കൊള്ളും, ചാർലി അച്ഛൻ തന്നെ പോട്ടെ എന്ന് എല്ലാരും പറഞ്ഞു. പക്ഷെ പറഞ്ഞു പ്ലീസ് ഞാൻ ഒന്ന് പോകട്ടെ, പ്ലീസ് ഈ വയസ്സാകാലത്ത് തന്നെ അതിനെങ്കിലും സമ്മതിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ചാർലിയുടെ അച്ഛൻ ഒരു ടൂത്ത് പേസ്റ്റ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തിരുന്നത്, അതുകൊണ്ട് തന്നെയാണ് അവർ ആ ക്യാപ്പ് സ്ക്രൂ ചെയ്യുന്ന ആ ഒരു ഇതിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി പൈസ ഒന്നും കിട്ടത്തില്ല, അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വർക്ക് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ജോലി പോകുന്ന സ്ഥിതിയിൽ ആകും. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു ജോലി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്രാൻഡ്പ ജോലിയാണ് ഈ ചാർലിയുടെ കൂടെ പറഞ്ഞു വിട്ടത്. ഓക്കെ, ഈ രണ്ടുപേരെ കുറിച്ച് നമ്മളിപ്പോൾ വിശാലമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ഈ 5 ഫൈൻഡേഴ്സിൽ ഒരാളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് 4 പേര് റിമൈൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരാളെ ഓഗസ്റ്റസ് ഗ്രൂപ്പിനെ കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ആ കുട്ടിയുടെ ഈ ഒരു എന്താ പറയുക അനിമേറ്റഡ് പിക്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അതിനകത്ത് ഭയങ്കര ഫാറ്റി ആയിട്ടുള്ള ഒരു കുട്ടി, ചോക്ലേറ്റ് ഒക്കെ തിരാൻ വേണ്ടി ഭയങ്കര ഗ്രീഡി ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഈ ഓഗസ്റ്റസ് ഗ്രൂപ്പ്. ഈ ഓഗസ്റ്റസിന് ഈ ഒരു ടിക്കറ്റ് ഫൈൻ ചെയ്തപ്പോൾ ഇത് 6ാമത്തെ ഈ ഒരു ഇമേജിലാട്ടോ, ഇമേജ് അല്ല, ഈ 6ാമത്തെ അധ്യായത്തിലാണ്, 2 ഫൈൻഡേഴ്സ് മന്ത്ലി അധ്യായത്തിലാണ് അവൻ അത് ഫൈൻ ചെയ്തപ്പോൾ പത്രത്തിന് കൊടുത്തിരിക്കുന്ന ആ ഒരു ഇതെന്ന് പറഞ്ഞിട്ടാട്ടോ, അവർ ഇമേജ് എന്ന് പറഞ്ഞിട്ടാണ് അവർ കാണിക്കുന്നത്. ഇനി ഈ ഓഗസ്റ്റസ് ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഓഗസ്റ്റസ് ഗ്രൂപ്പിനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ 5 കുട്ടികളെ കൊണ്ട് ഈ വില്ലി വോങ്ക ആദ്യം തന്നെ ചെല്ലുന്നത് ഒരു ചോക്ലേറ്റ് റൂമിലോട്ടാണ്. അവിടെ ചോക്ലേറ്റ് റിവർ ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഗ്രീഡി ആയ കുട്ടി ആയതുകൊണ്ട് തന്നെ ഓഗസ്റ്റസിന് ഈ ചോക്ലേറ്റ് റിവർ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ആഗ്രഹം, അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ, ഭയങ്കര ആഗ്രഹം. അപ്പൊ അങ്ങനെ ഈ ഓഗസ്റ്റസ് ഗ്രൂപ്പ് അതിനകത്ത് പോകുമ്പോഴത്തേക്ക് അവർ അതിനകത്ത് വീഴുകയാണ്. അപ്പൊ ഈ റിവർ കൂടെ തന്നെ പല പൈപ്സ് പോകുന്നുണ്ട്, പല റൂമിലോട്ട് ഈ ചോക്ലേറ്റിനെ കണക്ട് ചെയ്തിട്ട്. അപ്പൊ ആ ഒരു പൈപ്പിൽ ഇവൻ സ്റ്റക്കായി ലാസ്റ്റ് ഇവരെല്ലാം ഇങ്ങനെ ഫാക്ടറിയിൽ ഇറങ്ങുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഈ പൈപ്പിൽ സ്റ്റക്കായിട്ട് എത്ര ഫാക്ടറി ആയിരുന്നു പോയത്, ഇത്രയായി ഭയങ്കര തിന്നായിട്ടോ. അപ്പൊ അതിനകത്തും അവൻ അതിനകത്ത് വീഴുന്നതായിട്ട് ആ ഒരു ഇമേജ് ആട്ടോ ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഓഗസ്റ്റസ് ഗ്രൂപ്പിന്റെ അടുത്ത് അദ്ദേഹം ആ ചോക്ലേറ്റ് റൂമിൽ ചെന്നപ്പോൾ അവരിങ്ങനെ എല്ലാം പറഞ്ഞു, ബട്ടർ കപ്സ് ഒക്കെ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ എല്ലാവരും ഓരോ ബട്ടർ കപ്സും ഇത് എടുത്തപ്പോൾ ഇവൻ അവിടുന്ന് എല്ലാ ബട്ടർ കപ്സും എടുത്ത് ടേസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ന്യൂ ഇൻവെൻഷൻ ആണെന്ന് പറഞ്ഞിട്ട് ആ ചോക്ലേറ്റ് റൂമിൽ തന്നെ അദ്ദേഹം അവരെ ഒരു കാര്യം കാണിച്ചു, വില്ലി വോങ്ക അവരെ ഒരു കാര്യം കാണിച്ചു. ഈ തറയിൽ നിങ്ങൾ ഒരു ബ്ലേഡ് ഗ്ലാസ് എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് നിങ്ങളെടുത്ത് കഴിച്ചു നോക്കുക. ഇത് പ്യുവർ ചോക്ലേറ്റ് ആണ്, നല്ല ടേസ്റ്റ് ആണ്, എൻ്റെ ഒരു പുതിയ ഇൻവെൻഷൻ ആണ്, നിങ്ങൾക്ക് എങ്ങനെ എന്ത് ഇഷ്ടപ്പെട്ടോ ടേസ്റ്റ് ചെയ്യും. എല്ലാവരും അദ്ദേഹം നമ്മളെ ഒരു ബ്ലേഡ് എടുത്ത് ടേസ്റ്റ് ചെയ്തു. പക്ഷെ നമ്മുടെ ഓഗസ്റ്റസ് എല്ലാം വാരി അങ്ങനെ കഴിച്ചു. അപ്പൊ ഭയങ്കര ഗ്രീഡി ആയിട്ടുള്ള ബോഡിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ തന്നെ നമ്മുടെ വീഡിയോ കുറെ ലെങ്തി ആയിട്ടേ. അപ്പൊ ഈ ബുക്കിനെ കുറിച്ച് ഇനിയും കുറെ വിശേഷങ്ങൾ പറയാനുണ്ട്. സോ ഇതൊന്നും ഈ വീഡിയോയിൽ പറഞ്ഞാൽ തീരില്ല, കുറെ ലെങ്തി ആവും. അപ്പൊ ഈ ഒരു ബുക്ക് റിവ്യൂ പാർട്ട് 1 പാർട്ട് 2 ഉണ്ട്. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 ഞാൻ ഉടനെ തന്നെ ഉണ്ടായിരിക്കും, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. സോ ഇതൊക്കെയാണ് നമ്മുടെ ബുക്കിനെ കുറിച്ച് നമുക്ക് ഇന്ന് പറയാനുള്ളത്. അടുത്ത ദിവസം നമ്മുടെ ബുക്കിന്റെ കൺക്ലൂഷനും ബുക്കിന്റെ സ്റ്റോറീസ് പിന്നെ ബാക്കി ക്യാരക്ടേഴ്സ് എല്ലാം നമ്മൾ